രാത്രി മുഴുവൻ തിമിർത്ത പെയ്ത മഴയ്ക്ക് ശേഷം ഞങ്ങൾ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ബയണ്ടൂരിൽ ട്രെയിൻ ഇറങ്ങി. മുൻപൊരിക്കൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കുന്താപ്പൂരിലാണ് ട്രെയിൻ ഇറങ്ങിയത്. അന്ന് 2 മണിക്കൂർ വേണമായിരുന്നു ക്ഷേത്രത്തിലേക്ക്. ഇന്നിപ്പോൾ ബയണ്ടൂരിൽ നിന്ന് 1 മണിക്കൂർ മതി കൊല്ലൂരിലെത്താൻ. ഡ്രൈവർ ശ്രീധർ സ്റ്റേഷന് പുറത്ത് ഞങ്ങളെ കാത്തുകിടപ്പുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഞങ്ങൾ താമസിക്കുവാൻ പോകുന്ന ഹോട്ടലുകാർ ഏർപ്പാടാക്കിയതാണ്. പുതുതായി ഈ സ്റ്റേഷനിലെത്തുന്ന തീർത്ഥാടകർക്ക് വണ്ടി അന്വേഷിച്ച് വിഷമിക്കേണ്ടി വരില്ല. ധാരാളം ടാക്സികളും ഓട്ടോകളും സ്റ്റേഷനിലുണ്ട്. ബസ് സ്റ്റോപ്പ് ഇത്തിരി അകലെയാണ്. കൊച്ചി പൻവേൽ നാഷണൽ ഹൈവേയിൽ കൂടി 2-3 കിലോമീറ്റർ മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ പിന്നെ വീതി കുറഞ്ഞ റോഡാണ്. ഈയിടെ ടാർ ചെയ്തതാണ് എന്ന് തോന്നുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും വ്യത്യസ്ത വിളകൾ വളരുന്ന കൃഷിനിലങ്ങൾ കാണാം. രാവിലെ ആയതുകൊണ്ട് AC വേണ്ട. ഗ്ലാസ് താത്തിയിട്ടാണ് യാത്ര. 30 കിലോമീറ്ററാണ് ബയണ്ടൂരിൽ നിന്നും കൊല്ലൂരിലേക്കുള്ള ദൂരം. ഏകദേശം 1 മണിക്കൂർ. 20 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കാട് കണ്ടു തുടങ്ങി. ഇടതുവശം വനമേഖലയും വലതുവശം ജനവാസ കേന്ദ്രങ്ങളുമാണ്. ഏകദേശം 10 കിലോമീറ്ററോളം ഇങ്ങനെ വനസ്ഥലികളുടെ മനോഹാരിതയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് സൗവർണിക നദി വരെ നീളും. മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് ഇവിടം. മൂകാംബിക ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരം പിന്നിട്ട് ഇടത്തേക്ക് തിരിയുമ്പോൾ സൗവർണിക നദിയായി. കുടജാദ്രി നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കൊല്ലൂരിന്റെ താഴ്വാരങ്ങളെ ഹരിതാഭമാക്കുന്ന തെളിനീർ പ്രവാഹമാണ് സൗവർണിക നദി. മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന് സുവർണൻ എന്നും വിളിപ്പേരുണ്ട്. ആ സുവർണന്റെ പേരിലാണ് സൗവർണിക അറിയപ്പെടുന്നത്. പണ്ടൊക്കെ നദിയിൽ കുളിച്ച ശേഷമാണ് പലരും ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നത്. ഔഷധവാഹിനിയായ സൗവർണികയിൽ കുളിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോഴും അതിനുള്ള സൗകര്യമുണ്ട്. വസ്ത്രം മാറുവാൻ പാകത്തിൽ 4-5 ഇരുമ്പ് കൂടാരങ്ങളും തീർത്തിട്ടുണ്ട് ഇവിടെ. സൗവർണിക നദിയെ കാണണമെന്ന എൻ്റെ ചിരകാല മോഹം ഇന്നാണ് സാധിച്ചത്. ഇവിടുത്തെ മരഞ്ചാടി കുരങ്ങന്മാരെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. തരം കിട്ടിയാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്തും അടിച്ചുകൊണ്ട് പൊയ്ക്കളയും. സൗവർണിക നദിക്കരയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അകലെയാണ് മൂകാംബിക ക്ഷേത്ര സന്നിധി. കുടജാദ്രി മലകൾ പശ്ചാത്തലത്തിൽ തലയുയർത്തി നിൽക്കുന്നു. നമസ്കാരം. വ്ലോഗ് ലോകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാണ്. ശ്രീമൂലസ്ഥാനം കുടജാദ്രിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കോലാപുരം അല്ലെ കൊല്ലൂർ എന്ന് വന്നത്? കോലമഹർഷി പരമശിവനെ തപസ് ചെയ്തുകൊണ്ടാണ് കോലാപുരം പിന്നീട് കൊല്ലൂരായത്. ഇവിടുത്തെ ദേവി മൂകാംബികയാണ്. എന്താണ് മൂകാംബിക? മൂകാസുരനെ വധിച്ചതുകൊണ്ടാണ്. ഈ ക്ഷേത്രവിശേഷങ്ങളൊക്കെ മലയാളികളായ എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ വരാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വിഷ്വൽ കാണിക്കുകയാണ്. ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ വന്നവർക്ക് ഈ വിഷ്വലുകൾ ഒന്നുകൂടെ കാണുമ്പോൾ, അതേപോലെ വിശേഷങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോൾ വളരെ അനുഗ്രഹമാകും. ചെരുപ്പഴിച്ചു വെച്ച് ക്യൂ നിൽക്കുന്ന നടപ്പുരയിലേക്ക് ചെല്ലുമ്പോൾ ഒരു തിരക്കും കണ്ടില്ല. പക്ഷെ ക്ഷേത്രത്തിനുള്ളിൽ സാമാന്യം തിരക്കുണ്ടായിരുന്നു. എങ്ങും നിറയുന്ന ദേവീ ചൈതന്യത്തെ നേരിൽ കാണുവാൻ, ആ പാതാരബിന്ദങ്ങളിൽ സ്വയം സമർപ്പിക്കുവാൻ അസംഖ്യം തീർത്ഥാടകർ, പ്രത്യേകിച്ച് മലയാളികൾ ദിവസവും ഇവിടെ എത്തുന്നു. വരദാന പുണ്യം നേടി കോലമഹർഷി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തത് ഇവിടെയാണ്. അങ്ങനെ ഈ സ്ഥലം കോലാപുരിയായി, ഭഗവതി കോലാപുരേശിയായി. ശക്തിസ്വരൂപിണിയുടെ നിത്യോപാസകനായിരുന്നല്ലോ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ. അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ദേവി കേരളത്തിലേക്ക് വരാമെന്നേറ്റു. എന്നാൽ താൻ പിന്നിലുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കരുതെന്നായി ദേവി. കൊല്ലൂരെത്തിയപ്പോൾ പാദസരക്കിലുക്കം കേൾക്കാതെ വന്നപ്പോൾ ശങ്കരൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അന്നു മുതൽ ദേവി ഇവിടെ വാസം തുടങ്ങി. ഇങ്ങനെ തുടങ്ങി ക്ഷേത്രവിശേഷങ്ങളെപ്പറ്റിയും ആചാരങ്ങളെപ്പറ്റിയുമൊക്കെ മുഖ്യ പുരോഹിതൻ മഞ്ജുനാഥ് അടികയും മകനും തന്ത്രിയുമായ നിത്യാനന്ദ അടികയും എനിക്ക് പറഞ്ഞു തന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മൂകാംബിക എന്നാൽ 3 ഭാവങ്ങളാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യസ്വരൂപിണി ശ്രീ മൂകാംബിക എന്ന് പറയും. മൂകാസുര പേരിൻ്റെ ഒരു അസുരനെ വധ ചെയ്തിട്ട് അമ്മയ്ക്ക് മൂകാംബിക എന്ന് ഒരു പേര് വന്നു. പിന്നെ നമ്മൾ ആ ഒരു ശ്രീകോവിലിൽ ഗർഭഗുഡിയിൽ കാണുമ്പോൾ ഒരു മൂകാംബിക വിഗ്രഹമാണ്. മുമ്പിൽ
ഒരു സ്വയംഭൂലിംഗ. സ്വയംഭൂ എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മൂടി വന്ന ലിംഗമാണ്, സ്വയംഭൂ എന്ന് പറയും. ആ സ്വയംഭൂലിംഗ മധ്യഭാഗത്തിൽ സ്വർണരേഖയുണ്ട്. ഇടഭാഗ ശക്തി, ബലഭാഗ ശിവ. ഇടഭാഗത്തിൽ കാളി, ലക്ഷ്മി, സരസ്വതി, ബലഭാഗത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരർ ആ ലിംഗത്തിൽ ഐക്യമാണ്. ആ ഒരു ലിംഗത്തിൽ ഉള്ള രൂപ അത് ആദി ശങ്കരാചാര്യർക്ക് അവರ തപസ്സിൽ കാണും. അവർ തപസ്സിൽ കണ്ട രൂപമാണ് മൂകാംബിക. ആ ഒരു പ്രതിമയാണ് നിങ്ങൾ കാണുന്ന ആ സ്റ്റാച്യു, ആ പ്രതിമ എന്തുണ്ടോ അത് ശങ്കരാചാര്യർ കണ്ട രൂപമാണ്, തപസ്സിൽ കണ്ട രൂപമാണ്. ഇപ്പോൾ മൂകാംബികയിൽ വിശേഷത എന്നാൽ ആ വിശേഷമായ നവരാത്രി ഉത്സവങ്ങളുണ്ട്. ഇവിടെയുള്ള നവരാത്രി ഉത്സവങ്ങൾ ഒരു പ്രത്യേക കൈങ്കര്യമുണ്ട്, പ്രത്യേക ഒരു ആ ഭാവങ്ങളുണ്ട്. അമ്മയ്ക്ക് ആദ്യ ദിവസം യോഗനിദ്ര, രണ്ടാമത്തെ ദിവസം ദേവജാത, ಹೀಗೆ ಈ ಮಾದರಿ വേറെ വേറെ ഭാവങ്ങളുണ്ട്. അതുകൊണ്ട് വേറെ വേറെ ധ്യാന ശ്ലോകങ്ങൾ, വേറെ വേറെ പൂജാ പദ്ധതികൾ ഇതെല്ലാം ആ ഒരു നവരാത്രി സമയത്തിൽ ഉണ്ടാവും. പിന്നെ ജന്മാഷ്ടമി ഇത് അമ്മയുടെ ഒരു ഇറ്റ്സ് ലൈക്ക് ബർത്ത്ഡേ. ആ ഒരു ജന്മാഷ്ടമി ഉത്സവ ആ ദിവസം എല്ലാ വിശേഷ പൂജകളെല്ലാം ഉണ്ടാവും. പിന്നെ ഉള്ളത് ദൈവികോത്സവ വർഷത്തിൽ ഒരു പ്രാവശ്യ ദൈവികോത്സവം ഉണ്ടാവും. അതിൽ വിശേഷ പൂജകളെല്ലാം ഉണ്ടാവും. നമ്മൾ ഇവിടെ ചെയ്യുന്ന പൂജ ആദി ശങ്കരാചാര്യർ എന്ത് എഴുതിയിട്ടുണ്ടോ, എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ മാതിരി പൂജ ആവണമെന്ന്, അതേ ആ ഒരു മാതിരിയിലെ പൂജ ഇവിടെ നടക്കാനുണ്ട്. ഇത് ഒരു മൂകാംബിക അമ്മയെ ഒരു വിശേഷത്താണ് ഇവിടെ. മൂകാംബികയിൽ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്നാൽ ചണ്ഡികാ ഹോമം, ഉദയാസ്തമാന പൂജ, കുടുംബ ഐശ്വര്യ പൂജ, അലങ്കാര പൂജ, രുദ്രാഭിഷേക, കുങ്കുമാർച്ചന, പുഷ്പാർച്ചന, ഭസ്മാർച്ചന, ഭഗവതി സേവ, രഥോത്സവ, മഹാപൂജ, മഹാത്രിമുദ്ര നൈവേദ്യ, ഇങ്ങനെ കുറേ ഒരു പൂജ ഭക്തന്മാർക്ക് ചെയ്യാൻ ഒരു അവകാശമുണ്ട്. എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും അമ്മയെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഞാൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവി മുഖ്യ രഥത്തിൽ എഴുന്നള്ളുന്ന സമയമായിരുന്നു. കൊടിമരച്ചുവട്ടിൽ നിന്നുകൊണ്ട് ഇടത്തേക്ക് നോക്കിയാൽ അനേക ലക്ഷങ്ങൾക്ക് ആദ്യാക്ഷരം കുറിച്ച സരസ്വതി മണ്ഡപം കാണാം. അക്ഷരശ്രീ മാത്രമല്ല, സമസ്ത കലകളുടെയും ഹരിശ്രീ കുറിക്കുന്നത് ഇവിടെ നിന്നുമാണ്. അതുപോലെ പ്രഗത്ഭരും പ്രശസ്തരുമായ എത്രയോ പേർ വാഗ്ദേവിയുടെ കൃപാകടാക്ഷത്തിനായി എത്തുന്നതും ഇവിടെയാണ്. ശ്രീ സുബ്രഹ്മണ്യം തൊട്ടുള്ള ഉപദേവന്മാരെ വന്നിച്ച് പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറ് ഭാഗത്തെത്തുമ്പോൾ 30 രൂപ ടിക്കറ്റ് എടുത്ത് നെയ്വിളക്ക് സമർപ്പിക്കാം. കുടുംബ ഐശ്വര്യത്തിനും ദേവപ്രീതിക്കും വേണ്ടിയാണ് ഈ സമർപ്പണം.
വടക്ക് ഭാഗത്തെ ഉയർന്ന ശിലാതലത്തിൽ നടക്കുന്ന കുടുംബ പൂജയിലും പങ്കെടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ ക്ഷേത്ര കൗണ്ടറുകൾക്ക് സമീപം മൂകാംബികയുടെ ദേവരഥത്തെ കാണാം. പരമപവിത്രമായ ദേവരഥത്തെ തൊട്ട് വന്ദിക്കുന്നത് ഒരു അനുഗ്രഹമായി ഇവിടെ എത്തുന്നവർ കരുതുന്നു. നിറയെ കൊത്തുപണികളുള്ള പഴയ രഥം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ കൊല്ലൂരിൽ താമസിച്ചതിനാൽ രാത്രി എഴുന്നള്ളത്ത് കാണുവാൻ പറ്റി. രാത്രികളിൽ ആദ്യം പല്ലക്കിലും പിന്നെ സ്വർണ്ണരഥത്തിലും ദേവിയെ എഴുന്നള്ളിക്കുക പതിവാണ്. ഭക്തി നിർഭരമായ ഈ കാഴ്ച കാണുവാൻ നല്ല തിരക്കനുഭവപ്പെടാറുണ്ട്. എഴുന്നള്ളത്തിനൊടുവിൽ ദേവി സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കും. അതിനുശേഷം വിതരണം ചെയ്യുന്ന ഔഷധ തീർത്ഥം കഴിച്ച് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങാം. കുരുമുളക്, ഇഞ്ചി, ശർക്കര തുടങ്ങിയ ഔഷധ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഈ മധുര കഷായം. ഉദരരോഗങ്ങൾക്ക് അത്യുത്തമം. ആ രാത്രിയിൽ നേരെ പോയത് അടിക ഹെറിറ്റേജിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരു സെറ്റ് ചപ്പാത്തിയും ഒരു നെയ്റോസ്റ്റുമായിരുന്നു ഞങ്ങളുടെ ആഹാരം. കേരള ഫുഡ് കിട്ടുന്ന ഒരുപാട് മലയാളി ഹോട്ടലുകൾ ഇവിടെയുണ്ട്. കുടജാദ്രിയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും നടന്നില്ല. 16 കിലോമീറ്റർ കുത്തനെ കയറ്റമാണ്. അങ്ങോട്ട് ജീപ്പിൽ മാത്രമേ പോകാനാവൂ. ഒരാൾക്ക് 270 രൂപയാണ് ചാർജ്. അതിനി ഒരിക്കലാവട്ടെ. മാത്രമല്ല, കുറച്ചകലെയുള്ള മുരുടേശ്വർ, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം, ധർമ്മസ്ഥല തുടങ്ങിയ സ്ഥലങ്ങളും കാണേണ്ടത് തന്നെയാണ്. മൂകാംബിക സവിധത്തിൽ നിന്ന് മടങ്ങുമ്പോൾ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും വർത്തിക്കുന്ന സാക്ഷാൽ ജഗദംബിക കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും സാഹിത്യകാരന്മാർക്കും സാധാരണക്കാർക്കും പ്രചോദനമാകുന്നത് എന്തുകൊണ്ടാണ്? ആ അത്ഭുതത്തിന് ഉത്തരമില്ല. മൂകാംബിക വിശേഷങ്ങൾ കണ്ടല്ലോ, കേട്ടല്ലോ, സന്തോഷമായല്ലോ. ഇതുപോലുള്ള വീഡിയോ ഇനി വീണ്ടും നിങ്ങൾക്ക് വ്ലോഗ് ലോകത്തിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമസ്കാരം.